ശ്രീകുട്ടൻ വെറും ബാങ്കിലത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. ആ സമയമാണ് ചിത്രം എന്നൊരു സിനിമ വരുന്നതും ആ പാട്ടുകളെല്ലാം ഹിറ്റാവുന്നതും. ഈ നാദരൂപിണിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ അവാർഡ് കിട്ടും എന്നൊക്കെ അത് പറഞ്ഞപ്പോൾ കരയണോ ചിരിക്കണോ എന്താണിത്, സത്യമാണോ? ഭാഗ്യവശാൽ ലാലിൻ്റെ വോയിസുമായിട്ട് അദ്ദേഹത്തിന് നല്ല ചേർച്ചയുണ്ടായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പുള്ളിയുടെ ഗ്ലാമറാണോ ആദ്യം ആകർഷിച്ചത്, അതേ വർത്താനമാണോ? ഗ്ലാമറോ? നീ കിടന്ന് ഉരുണ്ട് കളിക്കുമെന്നുള്ള കാര്യം എനിക്കറിയാം. കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. 14 വർഷവും വേണ്ടാന്ന് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. ആ 14 ഇയേഴ്സും ശ്രീകുട്ടൻ വെയിറ്റ് ചെയ്തു എന്നാണ്. അദ്ദേഹത്തിന് ഞാൻ എഴുതി വെച്ച ഒരാളായിരിക്കാം. ഒരു 10,000 രൂപ 10,000 രൂപ എന്ന് പറയുന്ന സാധനം വളരെ പ്രശസ്തമാണ്. അത് ശ്രീകുട്ടൻ എൻജോയ് ചെയ്യുന്നത് കേട്ടാ, സ്വന്തമായിട്ട് തന്നെ പറയും. ഞാനിപ്പോ 20,000 ശ്രീകുട്ടനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ അധികം ചിരിയൊന്നുമില്ല. ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? ഭാര്യയെ സ്നേഹിക്കുന്നത്. അദ്ദേഹം ഒത്തിരി കെയർ ചെയ്യുന്ന ഒരാളാണ്. ആർക്കായിരിക്കും ദേഷ്യം കൂടുതൽ വരിക? മാടപ്രാവിന്റെ ഹൃദയമാണ്. ഏതെങ്കിലുമൊക്കെ പാട്ടിങ്ങനെ മൂളി അനുകരിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വെളുപ്പില്ല. എനിക്ക് പാടാൻ വെച്ചത് MG ശ്രീകുമാർ തട്ടിയെടുത്തു എന്നൊക്കെ അക്കാലത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും ഒന്നും തട്ടിയെടുക്കാൻ പറ്റില്ല. ആക്ച്വലി ഒരു വീട്ടിൽ ഒരു സെലിബ്രിറ്റി മതി, രണ്ടുപേരും ആവുമ്പോൾ പ്രശ്നങ്ങളാണ്. എനിക്ക് ഹാപ്പി ലൈഫാണ് വേണ്ടത്. കുക്കിയോ വേറെ എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുത്തോ? കുക്കിങ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആന കരിമ്പങ്കാട്ടി കയറുന്ന പോലെ. സെലിബ്രിറ്റി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഗോസിപ്പുകളാണ്. പെൺകുട്ടികളാവുമ്പോൾ പ്രസവിക്കുമല്ലോ. 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു അവൾ എന്നോ പ്രസവിച്ചതാണ്. MG ശ്രീകുമാറും ഭാര്യയും ആരും പറയിക്കാതെ അമേരിക്കയിൽ. ഇതൊക്കെ എന്ത് കുറേ കാലം പറഞ്ഞുകൊണ്ടിരുന്നു, കുട്ടിയെ കാണിക്കുന്നില്ല. എനിക്കുള്ളതൊന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നില്ല. എൻ്റെ കുറേ ക്വാളിറ്റീസ് ഒന്നും രജനീഷിന് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്കില്ലാത്ത ക്വാളിറ്റി എനിക്കുണ്ട്, എനിക്കില്ലാത്ത ക്വാളിറ്റി നിങ്ങൾക്കും ഉണ്ട്. എന്നെ തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാനെന്നൊരു വ്യക്തിയല്ല, MG ശ്രീകുമാറിൻ്റെ ഭാര്യ എന്നുള്ളത് കൊണ്ടാണ്. എനിക്കത് മതി. ഞാൻ ഓർത്ത് ഒന്നും വിഷമിക്കാറുമില്ല, ഒന്നുമില്ല. ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് ഞാൻ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് പാട്ടായിരുന്നില്ല ഇഷ്ടം. എൻ്റെ സെക്കൻഡ് മാരേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമായിരുന്നു. അതിൽ ഒരു റീസൺ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ വിജയം. അദ്ദേഹത്തിന് ഇത്രയും കാലം ഒരു പ്രോബ്ലം ഒന്നും കൊടുക്കാത്ത, ഞാൻ സ്വയം പറയുന്നു, നല്ലൊരു ഭാര്യയാണ്. ഈ പ്രിയദർശൻ മോഹൻലാൽ MG ശ്രീകുമാർ ഒരു കോംബോ ആണ്. ഞങ്ങൾ സ്നേഹിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരെ തിക്ക് ഫ്രണ്ട്സാണ്, അത് നീ മനസ്സിലാക്കണം. അതിൻ്റെ ഇടയിൽ നീ ഒരു പ്രശ്നവും എന്തെങ്കിലും പറഞ്ഞു വരരുത്. ലേഖ ശ്രീകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ഹായ്. നമസ്തേ. ശരിക്കും ലേഖ MG ശ്രീകുമാർ എന്ന് പറയുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഗുമ്മുണ്ടാവുക. തീർച്ചയായിട്ടും. നിങ്ങളുടെ ഒരു റിലേഷനിലേക്ക് വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ്, ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സാധ്യമാവുന്ന ഒരു കാര്യമായിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് കേട്ട് പരിചയമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുണ്ട്. അന്നതൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ചിന്ത നമ്മുടെ സൊസൈറ്റിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. എങ്ങനെയാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക? നമ്മുടെ കാലഘട്ടത്തിലും ഒരുപാട് പേര് ഇതേപോലെ താമസിച്ചിട്ടുണ്ട്. കുറേ സെലിബ്രിറ്റീസ് അവരൊന്നും കല്യാണം കഴിച്ചില്ല, അതാണ്. ജസ്റ്റ് കുറേ കാലം ലിവിങ് ടുഗദർ ആയിരുന്നു, അല്ലെങ്കിൽ പോയി വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടാണ് ഇത്രയും ഒരു ഹൈലൈറ്റ് വന്നത്. ഇപ്പം ഞാൻ വേറെ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ശ്രീകുട്ടൻ വേറെ കല്യാണം കഴിച്ചു എന്ന ആ സ്റ്റോറി അവിടെ നിൽക്കുന്നു. ഇല്ലായിരുന്നു. ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടാണ് ഈ 36 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും രജനീഷൊക്കെ ചോദിക്കുന്നത് തന്നെ. ഇപ്പൊ കല്യാണമായിട്ട് തന്നെ കഴിക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്ന സുഹൃത്തുക്കളുടെ കൂടെ പ്രഷറുണ്ട്. പക്ഷെ എങ്കിലും കല്യാണം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ കഴിക്കണമെന്ന് ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? ഫ്രണ്ട്സിന്റെ പ്രഷറൊന്നും ഞാൻ പറയില്ല. കാരണം ഈ 14 വർഷവും ഞാൻ വേണ്ടാന്ന് വെച്ചത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്. മകളെ എനിക്ക് അവളെ ഒരു സ്ഥിതിയിൽ എത്തിച്ചതിന് ശേഷം മാത്രം, അല്ലാതെ ഞാൻ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിച്ച് മകളെ ഒന്നും നോക്കാത്ത എനിക്ക് അത് പറ്റില്ല. ഞാൻ വളരെ അറ്റാച്ച്ഡ് ആണ് എൻ്റെ കുട്ടിയുമായിട്ട്. കാരണം എനിക്ക് 18 വയസ്സിൽ ജനിച്ച കുഞ്ഞാണ് എൻ്റെ മകള്. ഞാനും മോളെന്ന് പറഞ്ഞാൽ ലൈക്ക് എ ഫ്രണ്ട്സാണ്. അപ്പം എൻ്റെ മകളെ അന്ന് ഊട്ടിയിൽ പഠിക്കുന്നു അവള്. അപ്പോൾ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി അവളുടെ എല്ലാ കാര്യങ്ങളും. അവളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ മാരേജ് എന്ന് പറഞ്ഞ ഒരിതിലോട്ട് പോയി. ആ 14 ഇയേഴ്സും ശ്രീകുട്ടൻ വെയിറ്റ് ചെയ്തു എന്നാണ്. ഇതൊക്കെ ശരിക്കും ആലോചിക്കുമ്പോൾ അതൊക്കെ നിമിത്തങ്ങളായിരിക്കാം കേട്ടോ. അദ്ദേഹത്തിന് ഞാൻ എഴുതി വെച്ച ഒരാളായിരിക്കാം. ആ 14 വർഷവും അദ്ദേഹം വെയിറ്റ് ചെയ്തു. ഞാൻ അതുവരെ ശ്രീകുട്ടനത് പറഞ്ഞിട്ടില്ല, വെയിറ്റ് ചെയ്യണമെന്ന് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനിടയിൽ ഒരുപാട് മാരേജസ് അദ്ദേഹത്തിന് വന്നു. അപ്പം ശ്രീകുട്ടൻ കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ച് 3 മാസം US പോയി നിന്നു.
അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഏത് പെണ്ണിൻ്റെ മുഖം കാണുമ്പോഴും നിൻ്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നീ അല്ലാതെ വേറൊരു ആൾ എൻ്റെ ലൈഫിൽ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മകളെ ഒന്ന് സെറ്റിൽഡ് ആക്കിയതിന് ശേഷം അതിനും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴും മാലയൊക്കെ അദ്ദേഹം തന്നെ എടുത്തു കൊടുത്തു. അതൊക്കെ ഒന്നും നമുക്കത് ജീവിതത്തിലൊന്നും എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ്. ഈ പ്രഷർ വരുന്ന സമയത്തൊക്കെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷെ എങ്കിലും ഒരു പെണ്ണെന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരില്ലേ? അപ്പം എങ്ങനെയായിരുന്നു തോട്ട് പ്രോസസ്സ്, എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? എനിക്ക് വലിയ പ്രയാസമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ വളരെ ചെറുപ്പമായതുകൊണ്ട് എനിക്കതിനുള്ള ശക്തിയും ബുദ്ധിയും ഒക്കെ ഈശ്വരൻ തന്നിട്ടുണ്ട്. അന്നും മുടങ്ങാതെ ശ്രീകണ്ഠേശ്വരത്തിൽ പോകുന്നത് കൊണ്ടായിരിക്കാം എൻ്റെ ആ ശക്തി. ഇപ്പോഴും ഞാനെല്ലാം അങ്ങോട്ട് അർപ്പിക്കുന്നത് ഈശ്വരനിലാണ്. ഇപ്പം പല ആൾക്കാരും ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വാദമുണ്ട്. പക്ഷെ എന്തായാലും എനിക്ക് ആ അമ്പലം എന്ന് പറയുമ്പോൾ എനിക്കെല്ലാം ഓപ്പണായിട്ട് എന്നെ ചതിക്കില്ല. എൻ്റെ ബാക്കിൽ നിന്ന് നോ വൺ വിൽ ടോക്ക് ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് ഭഗവാന്റെ മുമ്പിലാണ് ഞാൻ എല്ലാം അർപ്പിച്ചത്. ഇപ്പോഴും ദിനചര്യയുടെ ഭാഗമായിട്ടൊരു 10-15 മിനിറ്റെങ്കിലും ഒരു മെഡിറ്റേറ്റീവ് സ്റ്റൈലിലുള്ള ഒരു പ്രാർത്ഥന ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ട്. അത് അങ്ങനെ തന്നെ തുടരണമെന്ന ഒരു ടൈം വെച്ചിട്ടാണോ, അത് എങ്ങനെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി? എൻ്റെ കൊച്ചുകാലം മുതൽ ഞാൻ കണ്ടു വളർന്നത് അങ്ങനെയാണ്. എൻ്റെ വീട്ടിലെ അമ്മ നേരത്തെ എണീക്കും, അമ്മയുടെ കാര്യങ്ങൾ അങ്ങനെ ഞാൻ കണ്ട്, നമുക്കൊരു ശീലമാണല്ലോ, നമ്മുടെ അച്ഛനമ്മമാർ കാണിച്ചു തരുന്നതാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഞാൻ വെളുപ്പിന് എണീക്കുന്ന ആൾ. പണ്ടൊക്കെ വളരെ വെളുപ്പിന് എണീക്കുമായിരുന്നു. 3 മണി 3:15 മണിക്കൊക്കെ എണീക്കുമായിരുന്നു. അത് ടെൻഷനൊക്കെ കാരണം കൊണ്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് പോകും. ഇപ്പം അത്രയും എണീക്കില്ല. ഒരു 4:30 5 ഒക്കെ 5:15 എണീക്കും. കാരണം ഇപ്പം പ്രായമായി വരുന്നതുകൊണ്ട് കുറച്ച് പ്രഷറൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുളിച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു 5:30 ഒക്കെ ആകുമ്പോൾ ഞാൻ എറണാകുളത്തപ്പൻ്റെ അടുത്തെത്തും, തൊഴും. കാലത്ത് എണീക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും എന്ത് ഭംഗിയാണ് മോർണിംഗ്. എൻ്റെ വൈബ് എന്ന് പറഞ്ഞാൽ അല്ലേ, അതിൻ്റെ നല്ല കാറ്റും നല്ല. ഞാൻ ഇന്നലെ ഗുരുവായൂർ പോയിരുന്നു വെളുപ്പിന് 4:30. അപ്പോൾ അത് ആ ഭാഗത്തൊക്കെ വെറുതെ നടക്കുമായിരുന്നു. അവിടുത്തെ ഓരോ സ്റ്റോഴ്സിലൊക്കെ കയറി, അതൊക്കെ ഒരു രസമാണ്. അവിടെ നിന്ന് ചെറിയൊരു കടയിൽ നിന്ന് കയറി ഇഡ്ഡലി സാമ്പാറൊക്കെ എന്ന് നമ്മൾ കഴിക്കാനാണ്. പക്ഷെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ ഒരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ മോർണിംഗ് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിനകത്ത് ബാക്കി എല്ലാവരും ഉറങ്ങുന്ന ഒരു ടൈമും കൂടെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മൾ കൂടുതൽ ടൈം ജീവിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും. ഈ രാവിലത്തെ ഒരു കാലാവസ്ഥയുടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് മോർണിംഗ് പക്ഷേ എക്സ്പ്ലോർ ചെയ്യാത്തവർക്ക് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ മോർണിംഗ് എക്സ്പ്ലോറേഷൻ എത്രത്തോളം നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു വേറൊരു തരത്തിലുള്ള ലഹരിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സത്യം, അതൊരു ലഹരിയാണ്. ഏർലി മോർണിംഗ് എണീക്കുക എന്ന് പറഞ്ഞാൽ, അത് കുളിക്കുക, അതിൻ്റെ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ വേറെ തന്നെയാണത്. അല്ല, ആ സമയത്തൊക്കെ വേറെ എന്തെങ്കിലും വായിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഞാൻ നാമം ജപിക്കും. അപ്പം ആരും കേൾക്കില്ല, കിളികൾ മാത്രമേ എൻ്റെ ശബ്ദം കേൾക്കുള്ളൂ. ഒച്ചത്തിൽ നാമം ജപിക്കും. അപ്പം അതിന് ശ്രുതിയും വേണ്ട, താളവും വേണ്ട. എൻ്റെ നാമജപത്തിന് ശ്രീകുട്ടൻ കേൾക്കൂല്ല. അങ്ങനെ ഒരു പ്രശ്നം. അതെ, അങ്ങനൊരു കുട്ടിങ്ങും ഉണ്ട്. പക്ഷേ ഒരു മ്യൂസിക് കുടുംബത്തിൽ നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം ഈ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനുള്ളൊരു അറിവ് ഉണ്ടാവും. പക്ഷെ എങ്കിലും എവിടെയൊക്കെയാണ് നമുക്കൊരു അതിനകത്തുനിന്ന് അവിടെ നിന്ന് അകന്ന് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പാട്ടിനെ നമ്മൾ ഒരു ആസ്വാദകൻ എന്നുള്ള മാത്രം രീതിയിൽ മാറി നിൽക്കേണ്ടി വരുമ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കോംപ്ലക്സ് തോന്നിയിട്ടുണ്ടോ? ഞാനും കൂടെ പഠിക്കേണ്ടതായിരുന്നു കൃത്യമായിട്ട്, അല്ലെങ്കിൽ ഞാനും കൂടെ പാടേണ്ടതായിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നേ വരെ തോന്നാത്തൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഒന്നിനും എനിക്ക് കോംപ്ലക്സ് തോന്നിയിട്ടില്ല. കോംപ്ലക്സ് ഒരാൾക്ക് തോന്നിയാൽ അത് XRY തോന്നിക്കഴിഞ്ഞാൽ ജീവിതം എനിക്കുള്ളതൊന്നും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നില്ല. എൻ്റെ കുറേ ക്വാളിറ്റീസ് ഒന്നും രജനീഷിനെ ഉണ്ടാവണമെന്നില്ല. ഒരു പാടിയിട്ടോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്തിട്ടോ അതൊന്നും ഒരു ജീവിതം ഫുൾഫില്ലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് നിങ്ങൾക്കില്ലാത്ത ക്വാളിറ്റി എനിക്കുണ്ട്, എനിക്കില്ലാത്ത ക്വാളിറ്റി നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ഐ നെവർ സിറ്റ് ആൻഡ് ക്രൈ ഫോർ ദാറ്റ്. ഞാൻ ഓർത്ത് ഒന്നും വിഷമിക്കാറുമില്ല, ഒന്നുമില്ല. ഇതാണ് എൻ്റെ ലൈഫ്, ഇതാണ് ഞാൻ. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോൾ ബ്ലോഗിൽ പാചകമാണല്ലോ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു ആൾക്കാരൊക്കെ ഏറ്റെടുക്കുന്നത് കാണുന്നുണ്ട്. അതിന് വ്യൂസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വ്ലോഗ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ തുടങ്ങിയത് അത് പാചകം ചെയ്യുമ്പോൾ അത് വ്ലോഗിലേക്ക് മാറ്റിയതാണോ? അങ്ങനെ രണ്ടും കൊണ്ടല്ല. ഈ ലോകം മുഴുവൻ കോവിഡ് ആയിരുന്ന സമയത്ത്
അന്ന് എല്ലാ സ്ഥലങ്ങളും അടച്ചിട്ടിരുന്നു. ഇതെന്താണ് ഈ കോവിഡ് എന്താണ് അല്ല ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, ആർക്കും അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് യാത്രകളൊക്കെ നിർത്തിവെച്ചു. അന്ന് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഷോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ കാണാൻ പറ്റില്ലല്ലോ, ഇനി അത് എത്ര കാലത്തേക്കാണ്. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ അന്ന് വെറുതെ മലയാളികളല്ലേ വെറുതെ പറഞ്ഞുണ്ടാക്കും 1 വർഷം 2 വർഷം വരെ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാനങ്ങ് ആക്ച്വലി സിക്കായി. ഞാൻ സിക്കാവുന്നതിൻ്റെ എത്രയോ മടങ്ങ് സിക്കാവും ശ്രീകുട്ടൻ. എനിക്കൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്ന് ഹി കനോട്ട് ടേക്ക് ഇറ്റ്, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു യൂട്യൂബ് തുടങ്ങിക്കൂടെ, എന്നെ ഒന്ന് ചേർപ്പിക്കാനായിട്ട്. അന്ന് തുടങ്ങിയതാണ് ഈ യൂട്യൂബും. എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, എനിക്കറിയില്ല അത് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന്. കാരണം ശ്രീകുട്ടനൊക്കെ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്, ഞാനൊക്കെ ആണെങ്കിൽ കുറച്ച് മിതഭാഷണിയാണ് കേട്ടോ. അത് ഇപ്പം ഈ യൂട്യൂബൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയെങ്കിലും സംസാരിക്കുന്നത്. പക്ഷെ അതിനകത്ത് ഒരു അരമണിക്കൂറോളം സംസാരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇന്ന് പാചകം ചെയ്യുന്നില്ല, നമുക്ക് കുറച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. അതെ, അങ്ങനെയൊക്കെ ആക്കി ശ്രീകുട്ടൻ ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം, ഓഡിയൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇപ്പൊ ശരത് സാറും എം ജി ശ്രീകുമാറും കൂടെ ഫ്ലവേഴ്സിലെ പ്രോഗ്രാമിൽ ഇരുന്ന് സംസാരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. ശ്രീകുട്ടനും കുഞ്ഞു മക്കളുമായിട്ട് വലിയ ഇഷ്ടമാണ്. കുട്ടികൾക്ക് അവര് ആദ്യം വന്ന് പറയുന്നത് തന്നെ എം ജി ശ്രീകുമാറിനെ കാണാനാണ് ഞങ്ങൾ ഇതിലോട്ട് വരുന്നത്, ഫ്ലവേഴ്സിൽ വന്നു എന്നാണ് ആദ്യം പറയുന്നത്. പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിള്ളേർക്കും വലിയ ആൾക്കാർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തത്. അത് കോമിക്കായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമല്ല, ഇപ്പൊ മ്യൂസിക്കിനെ കുറിച്ചുള്ള നോളജ് ഓൾറെഡി തന്നെ ആ പാനലിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവരൊക്കെ കുട്ടികളോട് ഡീൽ ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അത് കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത്. അതെ അതെ അതെ, അദ്ദേഹത്തിന് ഭയങ്കര കുട്ടികളുമായിട്ട് ഒരു നാക്കാണ്, കുഞ്ഞുമക്കളുമായിട്ട് സംസാരിക്കാൻ. ഈ കുടുംബത്തിൽ തന്നെ മ്യൂസീഷ്യന്മാർ ഒരുപാടുണ്ട്. എം ജി രാധാകൃഷ്ണൻ സാറ് ടീച്ചർ, അതേപോലെ ഏറ്റവും പുതിയ തലമുറയിൽ ഹരിശങ്കർ നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു മ്യൂസിക്കിന് പ്രാധാന്യമുള്ള ഒരു കുടുംബത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്രാധാന്യം ഉണ്ടല്ലോ, ആ പ്രാധാന്യത്തെ എങ്ങനെയായിരുന്നു മനസ്സുകൊണ്ട് എതിരേറ്റത് ആദ്യ കാലഘട്ടത്തിൽ മുതൽ? ഞാൻ ആക്ച്വലി ആ കുടുംബത്തിനെ അല്ല ഞാൻ നോക്കിയത്, ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമാണ് എൻ്റെ ജീവിതത്തിലോട്ട് ഞാൻ നോക്കിയത്. ബാക്കി എല്ലാവരെയും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. നമ്മുടെ ഒരു മാരേജ് വന്നപ്പോൾ ആ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര പ്രശ്നം. നാച്ചുറലി അത് നടക്കുന്ന ഒരു കഥയാണ്. അവർക്ക് ഇഷ്ടമല്ല, എൻ്റെ സെക്കൻഡ് മാരേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പ്രശ്നമായിരുന്നു. പക്ഷെ അതിലൊന്നും അല്ല ഞാൻ നോക്കിക്കണ്ടത്, നമ്മൾ രണ്ടുപേരുടെയും സ്നേഹം മാത്രമാണ്. അപ്പം ശ്രീകുട്ടനാണെങ്കിൽ എനിക്കാണെങ്കിൽ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ വീട്ടിലെല്ലാവരും പാടും, എൻ്റെ അമ്മ പാടും, ചേച്ചി പാടും, എല്ലാവരും പാടും. എനിക്ക് പാട്ടായിരുന്നില്ല ഇഷ്ടം. എന്നെ കൊച്ചിലെ അച്ഛനൊക്കെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തച്ഛനൊക്കെ നമ്പൂരി ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ഒരു കൾച്ചറായിരുന്നു നമ്മുടെ. അപ്പോൾ ആ ഇതിൽ തൃശ്ശൂരായിരുന്നു നമ്മൾ എൻ്റെ ചെറുകാലത്തൊക്കെ ഞാൻ വളർന്നത്. അപ്പോൾ അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു പാട്ട് പഠിക്കുന്നു. ഷീല, എൻ്റെ സിസ്റ്ററുടെ പേര് ഷീല എത്ര നന്നായിട്ട് പാടുന്നു, നീ ഒന്ന്. പക്ഷെ എനിക്ക് പാട്ടായിരുന്നില്ല. അന്നൊന്നും നമുക്ക് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലെന്ന് തന്നെ പറയാം. പക്ഷെ എൻ്റെ ആഗ്രഹം മുഴുവൻ ഡാൻസ് ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിൽ മുഴുവൻ വാശിയായിരുന്നു, ഞാൻ പാട്ട് പാടില്ല, എനിക്ക് ഡാൻസാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാടാത്ത ഒരാളല്ല, പാടും. ചേച്ചി എൻ്റെ സിസ്റ്ററിന് വേണ്ടി പിന്നെ കോളേജിലൊക്കെ ഒത്തിരി ഞാൻ വോയിസൊക്കെ ചേച്ചിക്ക് പാടിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ പാഷൻ മുഴുവൻ ഡാൻസ് ആയിരുന്നു. പക്ഷെ അതെങ്ങനെയോ നടന്നില്ല. അച്ഛന് തീരെ ഇഷ്ടമല്ലായിരുന്നു ഡാൻസ് പഠിക്കണ്ട എന്നായിരുന്നു. പിന്നെ ശ്രീകുട്ടന് ആ പാട്ടിൻ്റെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ശ്രീകുട്ടൻ പാടുന്നുണ്ട്, ഒരു പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. എപ്പോഴും പാട്ടാണ് വീട്ടിൽ ആക്ച്വലി, കാലത്ത് മുതൽ രാത്രി വരെ. ഇപ്പോൾ എം ജി ശ്രീകുമാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്നായിരുന്നു ലാലേട്ടന് വേണ്ടിയിട്ട് പാടി ഹിറ്റാക്കുന്ന പാട്ടുകൾ. ആ കാലഘട്ടത്തിൽ ഒക്കെ എല്ലാ പാട്ടുകളും എം ജി ശ്രീകുമാർ പാടിയാലേ നമുക്ക് ദഹിക്കുകയുള്ളൂ. കാരണം ഈ മനുഷ്യന് യോജിക്കുന്ന ആ ഒരു കോംബോ ഉണ്ട്. പ്രിയദർശൻ സാറും എം ജി ശ്രീകുമാറും ലാലേട്ടനും ഒക്കെ തീർന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ കാലഘട്ടത്തിൽ കൂടെ എനിക്ക് തോന്നുന്നു ബാങ്കിങ് ജോലിയുള്ളപ്പോഴാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലം വരുന്നുണ്ടല്ലോ. അപ്പം അന്ന് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു ഹൈപ്പിലേക്കും സിനിമയിലേക്കും ഇങ്ങനെ പോകുന്നു? ഒന്നുമില്ലായിരുന്നു. ശ്രീകുട്ടൻ വെറും ബാങ്കിലത്തെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് ഞാൻ പരിചയപ്പെടുമ്പോഴേ. കുറച്ചൊക്കെ പാട്ട് പാടുമായിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. ആ സമയമാണ് ചിത്രം എന്നൊരു സിനിമ വരുന്നതും ആ പാട്ടുകളെല്ലാം ഹിറ്റാവുന്നതും.
പക്ഷെ ഭാഗ്യവശാൽ ലാലിൻ്റെ വോയിസുമായിട്ട് അദ്ദേഹത്തിന് നല്ല ചേർച്ചയുണ്ടായിരുന്നു. ഇതെല്ലാം നിമിത്തങ്ങളായിരുന്നു. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. വെച്ചടി അങ്ങോട്ടേക്ക് കയറ്റുമായിരുന്നു. പിന്നെ നാഷണൽ അവാർഡുകൾ കിട്ടുന്ന സമയം അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്നേഹം, പ്രശ്നങ്ങൾ എല്ലാം അത് ഒത്തങ്ങ് പോയി. എല്ലാം കൂടെ ഒരുമിച്ച് പരിഹരിക്കപ്പെട്ടു. അതെ 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 അതെ. എപ്പോഴും ആവർത്തിച്ച് പാടുന്ന പാട്ടുകളുണ്ട്. ഇപ്പം തീരം തേടുവോളം പ്രേമഗീതങ്ങൾ തന്നു, ഭയങ്കര രസമുള്ള പാട്ടാണ്. ഔസേപ്പച്ചൻ സാറിന്റെ അസാധ്യമായിട്ടുള്ള ഒരു കോമ്പോസിഷനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രിയദർശൻ സാറിന്റെ മുത്തശ്ശി കഥയിലെ കണ്ടാച്ചിരിക്കാത്ത കാക്കക്കറുമ്പി, ഈ ഗണത്തിലുള്ള പാട്ടുകൾ താളവട്ടത്തിലെ കൂട്ടിൽ നിന്നും വീട്ടിൽ. അപ്പം ഈ ഒരു ഇറ നോക്കുമ്പോഴത്തേക്ക് MG ശ്രീകുമാറിന്റെ ശബ്ദം എന്ന് പറയുന്നത് നമ്മളെ തിയേറ്ററിലേക്ക് അടുപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ആ സമയത്തൊക്കെ തിയേറ്ററിലേക്കൊക്കെ പോകുമ്പോൾ പാട്ടുകളൊക്കെ അവിടെ ഇരുന്ന് കാണുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു അഭിമാനിച്ചിരുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? ഒന്നാമത് ട്രിവാൻഡ്രത്ത് പോയി തിയേറ്ററിൽ കാണുമ്പോൾ കുറച്ച് ടെൻഷനായിരുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിലും ശ്രീകുണ്ട പാട്ട് അന്ന് പിന്നെ കാസറ്റ്സ് ആയിരുന്നല്ലോ. പിന്നെ കാസറ്റ്സ് ഇട്ട് വീണ്ടും പകുതി കേൾക്കും, പകുതി ആൾക്കാർ നോക്കുന്നുണ്ടോ, ആൾക്കാർ എന്തെങ്കിലും പറയുന്നുണ്ടോ. ലൈറ്റൊക്കെ ഓഫ് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഞാനൊക്കെ കയറുന്നത്. പിന്നെ കാസറ്റ് ഇട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ കാലഘട്ടം. ഇപ്പോഴും ആലോചിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ പറയും അതൊരു പ്രത്യേക ഭയവുമാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അത് രസിച്ച് സമയങ്ങളായിരുന്നു ശരിക്കും. അത് ഈ എന്റർടൈൻമെന്റ്സിൽ ഈ കുക്കിങ്ങും വ്ളോഗിങ്ങും ആണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ളത്. അതല്ലാതെ എന്തൊക്കെയാണ് ചെയ്യുക, കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാനാണ്. ഒരു മാനേജർ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കാറുണ്ട്. പിന്നെ പാട്ട്, ഗാനമേള, നമുക്കൊരു ദിവസവും പോലും വീട്ടിൽ ഇരിക്കാനുള്ളൊരു ടൈം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ ഒത്തിരി യാത്രകളാണ്. ഗാനമേള മാറ്റി വെച്ച് അല്ലാതെ തന്നെ നമ്മൾ യാത്ര ഒരുപാട് പോകുന്നു. ഞങ്ങളിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇറ്റലിക്ക് പോകുന്നുണ്ട്. ബെഹ്റിനിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. കാരണം മാധ്യമം പത്രം നടത്തുന്ന അദ്ദേഹത്തിന് ഇത്രയും വർഷമായതുകൊണ്ട് ഒരു അംഗീകരിക്കപ്പെടുന്നു, അദ്ദേഹത്തിന് അംഗീകാരം കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ ഇറ്റലിയിലേക്ക് ഫ്ലൈ ചെയ്യും. അവിടെ പോയി കുറേ അപ്പം ആർക്കും നമ്മളെ അറിയില്ല, നമുക്കാരെയും അറിയില്ല. സ്ട്രീറ്റിലൊക്കെ 1 among 1000 ആയിട്ട് ഞാൻ ശ്രീകുട്ടനും നടന്നു. അത് രസമാണ് കേട്ടോ, സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ച്. അപ്പം അവിടെ അയ്യോ ഇല്ലെങ്കിൽ ഈ ഗാനമേള ഉള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പുള്ളിക്ക് പുറത്തു പോകാൻ ഭയങ്കര പ്രയാസമാണ്. ശബ്ദം അടയ്ക്കുമോ, ഡസ്റ്റിൻ്റെ പ്രശ്നം. ഇതാണെങ്കിൽ കുഴപ്പമില്ല, 2 ദിവസം വെറുതെ ഇരുന്നാലും മതിയല്ലോ എന്ന് വിചാരിക്കും. ആ പുറത്തു പോകുന്ന ആ ആസ്വാദനം വേറൊരു തലത്തിലാണ്. നമ്മൾ ഈ നാട്ടിൽ കിട്ടില്ല. അയ്യോ ഒരിക്കലും ഇല്ല, സാധിക്കാത്തൊരു സാധനം. അവിടെ പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ, പുറത്ത് രാജ്യങ്ങളിലേക്ക്. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അവിടെയും തിരിച്ചറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. മലയാളികൾ കാണും, മലയാളികൾ കാണുമ്പോൾ പക്ഷെ സന്തോഷമാണ്. അപ്പോഴും നമുക്ക് കുറേ ദിവസം നാട്ടിൽ നിന്ന് വിട്ടപ്പോൾ മലയാളികളെ കാണുമ്പോൾ എന്ത് സന്തോഷമാണ്. അവരാണ് നമ്മളിങ്ങനെ ആക്കിയത്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം നാദരൂപിണിക്ക് അവാർഡ് കിട്ടുന്ന സമയത്തൊക്കെ ഓർമ്മയുണ്ടോ അവാർഡ് അനൗൺസ് ചെയ്യുന്നതും? കാരണം നാഷണൽ അവാർഡാണ്, ഹെവി ചിത്രമാണ്, അതിനകത്ത് ഒരുപാട് പാട്ടുകളുണ്ട്. പ്രമദവനം പോലുള്ളൊരു പാട്ട് ദാസാർ അതിനകത്ത് പാടിയിട്ടുമുണ്ട്. ആ സമയത്താണ് നാദരൂപിണിക്ക് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ആ സമയം ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് അതിനെ? അയ്യോ, അത് ശ്രീകുട്ടൻ പോലും നമ്മൾ ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ നാദരൂപിണിക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ അവാർഡ് കിട്ടും എന്നൊക്കെ അത് പറഞ്ഞപ്പോഴ് അത് വല്ലാത്തൊരു എന്താ പറഞ്ഞാൽ, നമുക്ക് അത് കരയണോ ചിരിക്കണോ, എന്താണ് ഇത്, സത്യമാണോ? ഇതൊക്കെ നമുക്ക് അന്ന് ഫോൺ വഴി എന്തൊക്കെയോ ആണ് പറയുന്നത്. ഇക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്കത് വേറെ വിധത്തിലാണ്. ഇപ്പം എനിക്കൊരു നാഷണൽ അവാർഡൊക്കെ മീഡിയാസ് വഴിയോ സംതിങ് ലൈക്ക് ദാറ്റ്. ഇതൊക്കെ ഒരു ദിവസം പിറ്റേ ദിവസമാണ് മീഡിയയിലൊക്കെ വന്നത്. അപ്പോൾ അറിഞ്ഞൊരു ദിവസം വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. ഈ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സുമായിട്ടുള്ള ഒരു ചങ്ങാത്തമുണ്ട്. പക്ഷേ MG രാധാകൃഷ്ണൻ സാറ് ആ കാലഘട്ടത്തിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. പക്ഷേ പാട്ടുകൾക്ക് വേണ്ടവണ്ണം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചേട്ടനാണ് അനിയനാണെന്നൊക്കെയുള്ള ഒരു രീതിയിലായിരുന്നില്ല പാട്ടുകൾക്ക് ഉപയോഗിച്ചിരുന്നത്. ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു
ഈ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം യേശുദാസ് സാറിനെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാട്ടുകളിൽ എം ജി ശ്രീകുമാറിനെ ഉപയോഗിക്കേണ്ട സമയങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഇപ്പം ഓരോരുത്തർ എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ എങ്ങനെയായിരുന്നു അത് ഡിസ്കസ് ചെയ്തിരുന്നത്? ഇപ്പം മറ്റേ പാട്ടിനെ എന്നെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്ന അഭിപ്രായം പറയില്ലോ. ശ്രീകുട്ടൻ അത് ഒരിക്കലും അങ്ങനെ പറഞ്ഞ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല. ഈ പാട്ട് എനിക്ക് തന്നില്ല, ഇതിൽ ചിത്രത്തിൽ വിളിച്ചില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു വിഷമം തോന്നുന്നു, ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം എന്നോട് എപ്പോഴും പറയും, നമുക്ക് വേണ്ടിയത് നമുക്ക് എഴുതി വച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതിപ്പോൾ തന്നില്ല, ഇത് എനിക്കുള്ള പാട്ടാണെന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ഗോസിപ്പൊക്കെ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പാടാൻ വെച്ചത് എം ജി ശ്രീകുമാർ തട്ടിയെടുത്തു എന്നൊക്കെ കുറേ അക്കാലത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആർക്കും ഒന്നും തട്ടിയെടുക്കാൻ പറ്റില്ല ആക്ച്വലി. ഇപ്പം ശ്രീകുട്ടൻ പാടേണ്ട പാട്ട് ശ്രീകുട്ടന് തന്നെയാണ് അത് ഉള്ളത്. ശ്രീകുട്ടനെ ഓർത്ത് അതിലിപ്പം ഔസേപ്പച്ച ചേട്ടൻ ശ്രീകുട്ടനെ വേണ്ടി ചെയ്ത പാട്ടുകളാണ്. രവീന്ദ്ര മാഷ്, ഇപ്പം കുട്ടൻ എന്ന് വിളിക്കുന്ന എം ജയചന്ദ്രൻ, അതൊക്കെ ശ്രീകുട്ടന് വേണ്ടി ചെയ്യുന്ന, അല്ലാതെ അത് വേറൊരാൾക്ക് വച്ച പാട്ട് ശ്രീകുട്ടൻ തട്ടിയെടുത്ത്, അതൊക്കെ അനാവശ്യ വിവാദങ്ങളൊക്കെ കുറേ ഉണ്ടായിട്ടുണ്ട്. ചില സമയം തിരികെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസം മോഹൻ സിതാര സാറിനെ കണ്ടപ്പോൾ എം ജി ശ്രീകുമാറിനെ കൊണ്ട് ഒരു പാട്ട് പാടിച്ചു. പക്ഷേ ദാസാറിനെ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാട്ട് മാറ്റേണ്ടി വന്നു. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ മാറ്റി പാടിച്ചു. പക്ഷെ അത് എം ജി ശ്രീകുമാറിൻ്റെ ശബ്ദത്തിൽ പാടിച്ച പാട്ട് കാണിച്ചു കൊടുക്കാതെ മോഹൻ സിതാർ സാറ് രണ്ടാമത് പാടിയിട്ട് ഈ പാട്ടാണ് ദാസാറിനെ കേൾപ്പിച്ചതെന്ന് പറഞ്ഞു. ചിലപ്പോൾ അതിനകത്തൊരു സാധനം വരുന്നത് അങ്ങനെയൊക്കെയുള്ള ദൗർഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ അവരുടെ ഇടയിൽ നടക്കുന്നതാണ്. ഇതൊന്നും പാട്ടുകാരായ ഒരാൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് എന്താ പാട്ടുകൾ, ശ്രീകുട്ടന് എന്താ പാട്ടുള്ള, ഇപ്പൊ തന്നെ എബ്രിഡ് ഷൈൻ അദ്ദേഹത്തിന്റെ പുതിയ പാട്ട് ഇന്നലെ ആയിരുന്നു റെക്കോർഡിങ്, വീട്ടിലായിരുന്നു റെക്കോർഡ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ടർ ആനന്ദവല്ലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ലേഡി ഡയറക്ടർ. ആദ്യമല്ല, ഇതിനു മുമ്പ് വന്ന് കുറേ സിനിമകളിലൊക്കെ ആ കുട്ടി ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒന്ന് ഇത് എം ജി ശ്രീകുമാർ പാടിയാൽ മതി എന്നാണ്, അല്ലാതെ ഇത് വേറെ ശ്രീകുട്ടൻ വിളിച്ച് ഇങ്ങനെ എനിക്ക് ആ പാട്ട് വേണം മറ്റുള്ളവരെ പാടിപ്പിക്കല് അങ്ങനെയൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അത് പണ്ടുമല്ല ഇപ്പോഴും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എം ജി ശ്രീകുമാറിൻ്റെ കുറച്ച് പാട്ടുകൾ ഒന്ന് എണ്ണത്തിൽ പറഞ്ഞാൽ ഏതൊക്കെ പാട്ടുകളാണ് ഇഷ്ടം വെച്ചിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ നോക്കണ്ട. അല്ലല്ല, അങ്ങനെയല്ല. ശ്രീകുട്ടൻ്റെ എനിക്ക് ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഒത്തിരി കൺഫ്യൂഷൻ തീർക്കാൻ അങ്ങനെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഒന്നല്ല. അന്ന് എപ്പോൾ ഓർമ്മകൾ ഓടിക്കളിക്കുക നോക്കിക്കഴിഞ്ഞാൽ അക്കാലത്തുള്ള എല്ലാ പാട്ടുകളും ഒരുപാട് പാടിയിട്ടുണ്ട്. എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു ഗായകനെ നമുക്കറിയാം. പിന്നെ ഈ കുട്ടികളോടൊക്കെ സംസാരിക്കുന്ന ഒരാളെ അറിയാം. ആ മാനറിസംസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. പക്ഷേ ഇതല്ലാത്തൊരു എം ജി ശ്രീകുമാർ ഉണ്ടാവുമല്ലോ, അത്യാവശ്യം ഈ പറയുന്ന തമാശയൊന്നും പറയാത്ത, വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന, വളരെ കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്ന ഒരു എം ജി ശ്രീകുമാർ വീട്ടിലുണ്ടോ? എന്താണ് വീട്ടിലൊക്കെ? ഞാൻ കണ്ടിട്ടില്ല. ശ്രീകുട്ടൻ എപ്പോഴും ജോയിലാണ്, എപ്പോഴും സന്തോഷവനാണ്, എപ്പോഴും ഹാപ്പി മൂഡിലാണ്. എപ്പോഴും കാലത്ത് എനിക്ക് കഴിഞ്ഞാൽ ഭയങ്കര ചിരിച്ചുകൊണ്ട് ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഈ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ചിരിക്കുന്ന ഒരാളാണ്. എനിക്കാണെങ്കിൽ അധികം ചിരിയൊന്നുമില്ല. എനിക്ക് ശ്രീകുട്ടനാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ എപ്പോഴും ഹാപ്പിയുമുള്ള അദ്ദേഹത്തിന് എപ്പോഴും ഹാപ്പിനെസ്സാണ് വേണ്ടത്. എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഒരു ഫാമിലി തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോഴും എപ്പോഴും ഒരു ഹാപ്പിനെസ് ഉണ്ടാകണം. എല്ലാത്തിലും വഴക്കും ദേഷ്യവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ലൈഫ് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. ഈ ഒരു മാനേജർ എന്നുള്ള രീതിയിലും കൂടെ നിൽക്കുമ്പോൾ അത് പ്രൊഫഷണലിയാണ് ആ കാര്യം ചെയ്യേണ്ടത്. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഡീൽ ചെയ്യേണ്ടത് ഒരുപാട് പേരെയാണ്. അപ്പം അതിലൊക്കെ കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. അത് സാറ്റിസ്ഫൈഡ് ആണോ? എം ജി ശ്രീകുമാർ എങ്ങനെയാണ് അതിന് ഒരു പെർസ്പെക്റ്റീവ് എന്താണ് പുള്ളിയുടെ? സാറ്റിസ്ഫൈഡ് ആണോന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയും. നമുക്കത് പറയാമല്ലോ, പറയും. ശ്രീകുട്ടന് അത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻ്റാണ്. അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്യും. പക്ഷെ ഞാൻ ആൾക്കാരുമായിട്ടൊന്നും ഡീൽ ചെയ്യാറില്ല. ഇപ്പം വിളിച്ചിട്ട് പറഞ്ഞു 14-ാം തീയതി ഫ്രീ ആണോ, 14-ാം തീയതി ഫ്രീ ആണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ ഒത്തിരി ഷൂട്ട് വരുന്നുണ്ട്. ഈ ഫ്ലവേഴ്സിൻ്റെയും ഒക്കെ അമൃതയിൽ ചെയ്തിരുന്നു. അങ്ങനെ കുറേ ഷൂട്ട് വരുമ്പോൾ ചിലപ്പോൾ 14-ാം തീയതി കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുഖമില്ലാതെ വരികയോ എന്തെങ്കിലും ചെയ്താൽ ഷൂട്ട് മാറ്റേണ്ടി വരും. അപ്പോൾ എനിക്കൊരു കറക്റ്റ് 14-ാം തീയതി ഒരു ഗാനമേള അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ശ്രീകുട്ടനാണ് ഇത് ഫൈനലൈസ് ചെയ്യുന്നത്. അതിലൊരു ക്ലാഷ് ഒന്നുമില്ല, ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്ലാഷ് ഒന്നുമില്ല. ഞാൻ ഒന്നിലും
നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞത് കേട്ടില്ല, എനിക്കത് വിഷമം, അങ്ങനെയൊന്നുമില്ല. ഈ പലപ്പോഴും PR വർക്ക് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോൾ പുറത്തിപ്പോൾ MG ശ്രീകുമാറിനെ പല രീതിയിലാണ് മിമിക്രി ആർട്ടിസ്റ്റുകൾ പോലും അനുകരിക്കുന്ന പല രീതിയിലായിരിക്കും. അപ്പോൾ 10,000 രൂപ എന്ന് പറയുന്ന സാധനം വളരെ പ്രശസ്തമാണ്. MG ശ്രീകുമാറിന്റെ അത് സൈക്കോട്ടെ എൻജോയ് ചെയ്യുന്നു കേട്ടാ, സ്വന്തമായിട്ട് തന്നെ പറയും. അതെ, 10,000 രൂപ എന്ന് പറയുന്ന സാധനം എല്ലാവരും അനുകരിക്കുന്നത്. എന്നിട്ടാണ് 2-3 കുലുങ്ങിച്ചിരി. ഇതാണ് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡന്റിറ്റി ത്രൂ ഔട്ട് ഈ ഐഡന്റിറ്റി തന്നെയാണോ MG ശ്രീകുമാർ എന്ന് പറയുന്ന മനുഷ്യന് വീട്ടിൽ വന്നാലും ഇങ്ങനെ അതൊരു ഐഡന്റിറ്റി തന്നെയാണ്? ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അദ്ദേഹം ആസ് എ ഓവറോൾ ഭയങ്കര, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷവാനാണ്, ഹാപ്പിയാണ്, എപ്പോഴും ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ എല്ലാം സന്തോഷവാനാണ്. പിന്നെ സീരിയസ് എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് അപ്സെറ്റ് ആവും. ചില കാര്യങ്ങളിൽ ഇപ്പം ലൈക്ക് കാലത്തെ എണീക്കുക ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനൊരു പിന്ന് വീഴുന്നത് പോലും ഞാൻ സൂക്ഷിച്ചാണ്. ആ പിന്ന് പോലും വീഴുന്നത് കേട്ട് കഴിഞ്ഞാൽ ശ്രീകുമാർ പറഞ്ഞു, എന്നെ കാലത്ത് വിളിച്ചുണർത്തി എന്ന് പറഞ്ഞു, എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് ഇവിടെ പോകണം. അത് എനിക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹത്തിന് ശബ്ദം അടയും, അങ്ങനത്തെ ഉള്ള കാലത്ത് എണീക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഒരു വിഷയമുണ്ട്. കാരണം രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്തിട്ടാണ്, നൈറ്റ് മുഴുവൻ കിടന്നിട്ടാണ് എണീക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നല്ലാതെ അങ്ങനെ ഓവറോൾ അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല. പക്ഷെ ചിട്ടയായിട്ട് പണിയെടുത്താൽ മാത്രമാണ് ഇത് വലിയ ഇൻഡസ്ട്രിയിൽ ഇത്രയും പാട്ടുകൾ പാടണമെങ്കിൽ ഇത്രയും വലിയൊരു പ്രൊഫൈൽ 10-25,000 പാട്ടിന്റെ പ്രൊഫൈൽ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ല. അയ്യോ, ഒരിക്കലും അല്ല. അസാധ്യമായി പണിയെടുക്കണം. അതൊക്കെ എങ്ങനെയാണ് ഇത് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുടെ ഫുൾ സപ്പോർട്ട് തന്നെയാണ്. കാരണം എപ്പോഴും വീട്ടിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവർ ആർട്ടിസ്റ്റാണ്, ഇവരെ മനസ്സ് വല്ലാതെ പിന്നെ പാടാൻ പ്രയാസമാവും. പിന്നെ ആ പാട്ട് ശരിക്കും എപ്പോഴും ശ്രീകുട്ടൻ പറയുന്ന ഒരു കാര്യവും കൂടിയാണ്, ഞാനൊരു ആർട്ടിസ്റ്റാണ്, എനിക്ക് ഒരുപാട് പ്രഷേഴ്സ് തന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം, അതിൽ ഒരു റീസൺ ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ വിജയം. കാരണം നമ്മുടെ ഒരു കൂട്ടായ്മ കൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും കാലം ഒരു പ്രോബ്ലം ഒന്നും കൊടുക്കാത്ത, ഞാൻ സ്വയം പറയുന്നു, നല്ലൊരു ഭാര്യയാണ്. മാഡത്തിന് ആദ്യഘട്ടത്തിൽ അഭിനയിക്കാനൊക്കെ ഉള്ള സാധ്യത വന്നപ്പോൾ എന്തുകൊണ്ടാണ് അത് വേണ്ടാന്ന് വിചാരിച്ചത്? അല്ല, ഞാൻ എല്ലാത്തിനും ഞാൻ മാറി തന്നു. ഞാൻ പറഞ്ഞില്ലേ, ഡാൻസിന് എനിക്ക് ഭയങ്കര മോഹം ഉണ്ടായിരുന്നു. US ഞാനൊരു ബ്യൂട്ടി പാജൻറ്റിന് ഞാൻ പോയിരുന്നു, അതിന് എനിക്ക് കിട്ടിയിരുന്നു സെക്കൻഡ് മിസ്സിസ് മയാമി ആ കാലത്ത് കിട്ടിയിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആഡിനൊന്ന്. പക്ഷെ മോള് തീരെ കുട്ടിയായതുകൊണ്ട് എനിക്ക് പ്രയാസമായിരുന്നു അങ്ങനത്തെ ഒരു ഇതിലൊക്കെ പോകാനായിട്ട്. പിന്നെ കുഞ്ഞിനെ നോക്കാൻ പ്രയാസമായിരിക്കും. പിന്നെ അവിടെ കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി കിട്ടി. ജോലിയിലും ഞാൻ മകള് പിന്നെ എനിക്ക് അവിടുത്തെ സ്ത്രീകളെ ഏൽപ്പിക്കാനൊക്കെ പ്രയാസമാണ്. മോളെ എങ്ങനെ കെയർ ചെയ്യാൻ, എനിക്ക് ചൈൽഡ് അബ്യൂസ് ഉണ്ട്, അങ്ങനെയൊന്നും അറിയില്ലല്ലോ നമ്മൾ. അതുകൊണ്ടൊക്കെ ഞാൻ അതിൽ നിന്നെല്ലാം വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴേ ഞാൻ ഡിവോഴ്സ് ചെയ്ത് ഇവിടെ തിരിച്ചു പോയി. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഞാൻ പടത്തിൻ്റെ പേര് പറയുന്നില്ല, ഒരു പടത്തിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു. അത് പിന്നെ ശാന്തി കൃഷ്ണയാണ് ചെയ്തത് ആ പടം. അത് കഴിഞ്ഞ് ഈ കോവിഡ് സമയത്ത് ഒരു വലിയൊരു ഡയറക്ടർ വിളിച്ചിരുന്നു. എല്ലാം വേണ്ട, ഇനിയൊന്നും വേണ്ട. തോന്നിയിട്ടില്ല? എനിക്ക് ഇല്ല എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് ശ്രീകുട്ടൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും നിനക്ക് അതിലൊക്കെ എല്ലാ ഫ്രീഡവും എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷെ വേണ്ട, അതങ്ങനെ ഒരു തീരുമാനം മതി. ഹസ്ബൻഡിന്റെ കൂടെ ഒരു വീട്ടിൽ ഒരു സെലിബ്രിറ്റി മതി, രണ്ടുപേരും ആവുമ്പോൾ പ്രശ്നങ്ങളാണ്. എനിക്ക് ഹാപ്പി ലൈഫാണ് വേണ്ടത്. സന്തോഷമായ ഒരു ദിവസം കാലത്താകുന്നത് വൈകുന്നേരം വന്ന് ചിരിച്ചുകൊണ്ടുള്ള ലൈഫ്. ഈ വർക്കിനപ്പുറത്തേക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കുമല്ലോ നമ്മൾ ഇപ്പം യാത്ര ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവായിട്ട് സംസാരിക്കുമെങ്കിലും എപ്പോഴായിരിക്കും ഒരു പേഴ്സണൽ സ്പേസിൽ വന്ന് സംസാരിച്ചൊന്ന് റിലാക്സ് ചെയ്യണമെന്ന് നിങ്ങൾ രണ്ടുപേരും മാത്രം, ഇല്ലെങ്കിൽ പേഴ്സണൽ സ്പേസിൽ വീട്ടിൽ വന്ന് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ സാമീപ്യം മതിയോ? ഏത് രീതിയിലാണ് അതിനെ കൺസീവ് ചെയ്യുന്നത്? പുള്ളി വന്ന് ഇരിക്കുമ്പോൾ കുറേ നമ്മൾ സംസാരിക്കുക. ഇവിടെയാണെങ്കിൽ ശ്രീകുട്ടൻ്റെ ഇടയിൽ ഒരു 100 ഫോൺസ് വരും. അപ്പോൾ എനിക്ക് കുറേയൊക്കെ ഇറിറ്റേഷൻ, പക്ഷേ എങ്കിലും നമുക്കത് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ. അപ്പോൾ ഏറ്റവും എനിക്ക് ഹാപ്പി ആവുന്നത് ഫ്ലൈറ്റിലാണ്. ഫ്ലൈറ്റിലാവുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ, എപ്പോഴും സംസാരിക്കല്ലേ. ഇപ്പം അതുമല്ല, അവിടെ ഫോൺ കിട്ടും, അങ്ങനെ ഒരു അവസ്ഥയിലായി. അപ്പോൾ അവിടെയും വൈഫൈ കൊണ്ട് കണക്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു, മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. ആ ഒരു പേഴ്സൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്?
ഭാര്യയെ സ്നേഹിക്കുന്നത്. ഉം. ഇത്രയും ഭാര്യ എങ്ങനെ അത് കെയർ ചെയ്യണം, ഒരു സ്ത്രീയുടെ മനസ്സ് മനസ്സിലാക്കി, ഞാൻ എന്നൊരു വ്യക്തിയുടെ എൻ്റെ മനസ്സ് മനസ്സിലാക്കി അതനുസരിച്ച് ഒരുപാട് സ്നേഹം തരുന്ന ഒരാളാണ് എം ജി ശ്രീകുമാർ. അത് സത്യം, ഞാനിത് ഇതിലിരുന്ന് വെറുതെ പറയുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഒത്തിരി കെയർ ചെയ്യുന്ന ഒരാളാണ് എന്നെ. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ആർക്കായിരിക്കും ദേഷ്യം കൂടുതൽ വരിക? ശ്രീകുട്ടൻ. പക്ഷെ അത് മാനേജ് ചെയ്യാൻ പഠിച്ചു അല്ലേ? എനിക്ക് അങ്ങനെ വലിയതായിട്ട് അധികം സംസാരിക്കില്ല, അതുകൊണ്ട് ഒരുപാട് ശത്രുക്കളും എനിക്കില്ല. സംസാരിച്ചാലും ശത്രുക്കൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും അഭിപ്രായം പറയുമ്പോഴാണ്. ഞാനത് ഇല്ല, എനിക്കത് കുറവാണ്. അതുകൊണ്ട് വളരെ വളരെ കുറച്ച് ആവശ്യത്തിന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ദേഷ്യപ്പെടുമ്പോൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിരിക്കുമോ, അതെ എന്തെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഇരുന്നാൽ സമാധാനമായിക്കോളും? ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ദേഷ്യം വരികയാണെങ്കിൽ ഞാൻ ഒന്നും മിണ്ടില്ല, അവിടെ നിന്ന് എണീറ്റ് പോകും. പക്ഷെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ശ്രീകുട്ടൻ തന്നെ മറക്കും. അതാണ് ആ മനസ്സ്. പിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് പുള്ളി മറക്കും, പക്ഷെ ഞാൻ മറക്കില്ല. പക്ഷെ അതെല്ലാം മറന്നു പോകും. നല്ല പാവം മനസ്സാണ്. ഈ ഫാമിലി ലൈഫിൽ ഇപ്പോഴത്തെ ഹാപ്പിനെസ് ഒക്കെ പറയൂ. അപ്ഡേഷൻ കാലത്ത് ഇത് തന്നെ എനിക്ക് വരും, അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ട് വരും. കാലത്ത് എണീച്ചിട്ട് താഴെ ഒന്ന് ചായ ഉണ്ടാക്കും, ചായ കഴിക്കും. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചിലപ്പോൾ ചായ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കും. പഠിപ്പിച്ചു കൊടുത്തോ കുക്കിംഗ്? അയ്യോ, കുക്കിങ് കയറി കഴിഞ്ഞ് ആന കരിമ്പങ്കാട്ടി കയറുന്ന പോലെ അവിടെ വലിച്ചിട്ട് സ്പൂണ് വലിച്ചിട്ട് ഒന്ന് വേണ്ട, സ്വയമായിട്ട് ഞാൻ ചെയ്തോളാം. ഹെൽപ്പ് ചെയ്യാൻ ചിലപ്പോൾ കയറും. പിന്നെ ഒരു എന്തെങ്കിലും ന്യൂസ് നോക്കും. ഇപ്പോൾ എല്ലാം ഫോണിലുണ്ടല്ലോ, ന്യൂസൊക്കെ നോക്കും. അത് കഴിഞ്ഞ് കുളിച്ച് താഴെ ഒന്ന് നാമം ജപിക്കും, പ്രാർത്ഥിക്കും. പ്രാർത്ഥന കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകും. ഇല്ലെങ്കിൽ ജോലി ഇല്ലാത്ത സമയമാണെങ്കിൽ റെക്കോർഡിസ്റ്റ് വരും. റെക്കോർഡിങ് പ്രശാന്ത് ആണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിസ്റ്റ്. അദ്ദേഹം വന്നിരുന്ന് കുറേ സിനിമകൾ അല്ലെങ്കിൽ ഈ ഡിവോഷണൽ സോങ്സ് ഒത്തിരി കാണുമല്ലോ, റെക്കോർഡ് ചെയ്യും. പിന്നെ 2-2:30 ആകുമ്പോൾ ഭക്ഷണം കഴിക്കും. ഡിപ്പെൻസ് എങ്ങനെയാണ് അത്, പാടിക്കഴിഞ്ഞിട്ടേ കഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ വയറ് നിറഞ്ഞാൽ പിന്നെ പാടാൻ പ്രയാസമാണെന്ന് പറയും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നമ്മൾ പുറത്ത് എവിടെയെങ്കിലും അടിച്ചു കുളിക്കാൻ പോകും, എവിടെയെങ്കിലും ഡ്രൈവിനോ എവിടെയെങ്കിലും എന്തെങ്കിലും പോകും. ഇടയ്ക്ക് മ്യൂസിക് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തില്ല. എന്തുകൊണ്ടാണ്? ഇല്ല, ഈ ഇത്രയും വർക്കല്ലേ, ഇത്രയും ഒരു ചാനൽസ് ഒത്തിരി ഷൂട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നിൽ അങ്ങോട്ട് ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ കമ്പോസിംഗ് എന്ന് പറയുമ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞ് പാടുന്നതിനേക്കാളും തല പുകഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിന് ടൈം കിട്ടുന്നില്ല. അത് തന്നെയാണ് കാര്യം. ഈ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് റിയാലിറ്റി ഷോസ് വരുന്നത്. ഈ സാധാരണക്കാർക്കൊക്കെ എം ജി ശ്രീകുമാർ ഇന്ന് റിയാലിറ്റി ഷോയിൽ വന്നിരിക്കുന്ന ഗായകൻ എന്നുള്ള അർത്ഥത്തിലാണ് കാണുന്നത്. അത് വേറൊരു തരം രസമുള്ള ഐഡന്റിറ്റിയാണ്. ഇപ്പം നമ്മളൊരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ഒരാളാണ്, പക്ഷേ ടെലിവിഷനിലേക്ക് വന്നിട്ട് ഈ സാധാരണ രീതിയിൽ കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വേറൊരു തരത്തിൽ ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. ആ ആക്സെപ്റ്റൻസിനെ എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? എങ്ങനെയായിരുന്നു പുള്ളി നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? അല്ല, ശ്രീകുട്ടൻ എന്ന് പറയുന്നത് ഇത്രയും ഒരു നല്ല ഫേമസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽസിൽ വിളിക്കുന്നത്. ഇപ്പം ജനങ്ങളെ നേരിട്ട് കാണാനുള്ളൊരു മാധ്യമമാണ് ഈ TV എന്നുള്ള ഒരു കാര്യം. പണ്ട് മുതലേ ഇത്രയും പാട്ടുകൾ പാടിയ ആള് ഇത്രയും അവാർഡുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് എല്ലാ ചാനൽസും അദ്ദേഹത്തെ വിളിക്കുന്നതിൽ ഒരു കാര്യം. അപ്പം കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം, ഞാൻ പറഞ്ഞു, ഈ പാട്ട് പാടിയില്ലെങ്കിൽ, ഇപ്പം ഈ ഗായകനായിരുന്നില്ലെങ്കിൽ നല്ലൊരു എന്താ പറഞ്ഞ ഒരു പ്രാസംഗികനാകാം, അല്ലെങ്കിൽ നല്ലൊരു മിനിസ്റ്ററോ എന്തെങ്കിലും ആകാൻ പറ്റുമെന്ന്. കാരണം നന്നായിട്ട് സംസാരിക്കും, ഏത് സബ്ജക്റ്റ് ആയാലും നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ഇപ്പം ഒരു സ്റ്റേജിലൊക്കെ നിന്നിട്ട് നന്നായിട്ട് അദ്ദേഹത്തിന് ആ സ്റ്റേജ് അങ്ങ് ആൾക്കാരെ എടുക്കാൻ അറിയാം. അപ്പം കുട്ടികളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങ് തീരെ ചൈൽഡിഷ് ആവും. കുട്ടികളുമായിട്ട് അങ്ങ് തീരെ അങ്ങ് വല്ലാതെ കാണുന്ന എനിക്ക് തന്നെ അങ്ങ് ഇത് എന്തോ ഈ കാണിക്കുന്നതെന്ന് തോന്നുന്നു. അല്ല, അത് ആ കുട്ടികളുമായിട്ട് ചേരുമ്പോൾ പിന്നെ വേറെ വഴിയില്ല. ഇപ്പൊ ശരത് സാർ എന്ത് സീരിയസ് ആയിട്ട് സംസാരിച്ചിരുന്ന ഒരാളാണ്. ഇപ്പൊ നോക്കൂ, ഭയങ്കര ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് കുട്ടി തന്നെയാണ്. ഒരു മേഘനാന്നോ മേധ ഇവിടെ വന്നപ്പോ പറഞ്ഞു, ഞാൻ ചോദിച്ചു ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. മേധ എടുത്ത് ചോദിക്കുമ്പോൾ എം ജി ശ്രീകുമാർ ആണ്. കുട്ടികൾക്കില്ല, കുഞ്ഞുങ്ങൾക്ക് അതാണ് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരുമായിട്ട് അടികൂടും,
ശ്രീകുട്ടന് എല്ലാം ഇത് പറ്റും. മേധയെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ മനസ്സ് നമ്മൾ മേധയെടുത്ത് സംസാരിക്കുന്ന സമയത്ത് കുറെ സമയം കഴിയുമ്പോൾ നമ്മൾ മേധയുടെ മാനറിസത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കുട്ടികളുടെ അവള് ഭയങ്കര സ്മാർട്ട് ഗേളാണ്. അല്ല ഇപ്പൊ എം ജി ശ്രീകുമാർ ആ തരത്തിൽ മാത്രമല്ല, അമൃതയിൽ ചെയ്യുന്ന പ്രോഗ്രാമിൽ വളരെ കാര്യമായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്കില്ലും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയതായിരുന്നു ഈ ടെലിവിഷൻ പ്രോഗ്രാംസ്. ഫ്ലവേഴ്സിന്റെ അല്ലാതെ മറ്റേ ഇന്റർവ്യൂ പരിപാടികൾ ഉണ്ടല്ലോ. പുള്ളിയുടെ അഭിപ്രായം എന്താണ് പറയാ? എല്ലാരും ചോദിക്കുന്നത് ശ്രീകുട്ടൻ എഴുതി വെച്ചിട്ടാണ് പ്രിപ്പയർഡ് ആയിട്ടാണോ പോകുന്നത്? പക്ഷെ ഒന്നുമല്ല. എത്ര മിനിസ്റ്റേഴ്സിനെ അതിൽ കാണാമല്ലോ നേരത്തെ. അവരുടെ അടുത്തൊക്കെ ശ്രീകുട്ടൻ ജസ്റ്റ് ചോദിക്കുന്നതാണ്. അതൊരു ഈശ്വര കടാക്ഷമായിട്ടാണ് ഞാൻ കാണുന്നത്. നാക്കിൽ സരസ്വതി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഒന്ന് കഴിഞ്ഞ് വേറെ ഒന്നിലോട്ടൊക്കെ പറഞ്ഞ ശ്രീകുട്ടൻ ജസ്റ്റ് അങ്ങ് ചോദിച്ചു പോകുന്നതാണ്. അതൊക്കെ ഭയങ്കര ഒരു കഴിവ് തന്നെയായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ പ്രശ്നം അറിയുന്നത്. എന്തൊക്കെയാണ് ആ ബുദ്ധിമുട്ട്, അല്ല നാക്കുടക്കുവോ ഒന്നും അറിയില്ലല്ലോ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോഴേ. ഈ വ്ളോഗിന്റെ ആരാധകര് ഇന്ററാക്ട് ചെയ്യാറുണ്ടോ ഈ യൂട്യൂബിൽ? അവർക്ക് മറുപടി അതൊക്കെ ഞാൻ കുറെയൊക്കെ എഴുതും. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, അവരൊക്കെ എന്നെ എങ്ങനെ നോക്കി കാണും എങ്ങനെയാണെന്നൊക്കെ. പക്ഷെ എന്ത് സ്നേഹമുള്ള ആൾക്കാരാണെന്ന് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒരുപാട് പേർക്ക് അറിയാത്ത കുറേ ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. എന്നെയും ഞാൻ ശ്രീകുട്ടൻ പറയും, എന്നെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതെ, എനിക്കും ഫോളോവേഴ്സ് ഉണ്ട്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യം മാഡം എന്ത് പറ്റിയാണ് നിർത്തിയത്, എന്താ ഈവൻ ഞാൻ മറുനാടൻ മലയാളിയില് സാജൻ സക്രിയ, അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിരുന്നു അവളെ. അദ്ദേഹം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. നല്ലോണം സംസാരിക്കാൻ പറ്റുന്നൊരു അദ്ദേഹമാണ്. അദ്ദേഹം ചോദിച്ചു എന്താ ലേഖ അത് നിർത്തി. എനിക്ക് അതിശയമായിരുന്നു. അദ്ദേഹവും എൻ്റെ ഇത് കാണുന്നൊക്കെ പറയുന്നത് എന്തോ എനിക്കൊരു തോന്നി. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കുറച്ച് പേരുണ്ട്. ഈ സെലിബ്രിറ്റിയുടെ വൈഫ് എന്നുള്ളൊരു ഐഡന്റിറ്റി എപ്പോഴെങ്കിലും അങ്ങനെ അല്ല വേണ്ടിയിരുന്നത്, എനിക്കും അങ്ങനെ ഒരു ഐഡന്റിറ്റി വേണമായിരുന്നു, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും ഉണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ മേഖലയിൽ എനിക്ക് പോകാൻ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പം തന്നെ എന്നെ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാനെന്നൊരു വ്യക്തിയല്ല, എം ജി ശ്രീകുമാറിന്റെ ഭാര്യ എന്നുള്ളത് കൊണ്ടാണ്. എനിക്കത് മതി. ഇനിയുള്ള കാലം അത് അത്രയും മതി. അതിലൊരു സാറ്റിസ്ഫൈഡ് ആണ്. 100% അതിമോഹങ്ങളൊന്നുമില്ല. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ എം ജി ശ്രീകുമാറിനെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ്. തിരികെ എങ്ങനെയായിരിക്കും ചേട്ടൻ എങ്ങനെയായിരിക്കും മനസ്സിലാക്കുന്നത്? എം ജി ശ്രീകുമാർ എങ്ങനെയാണ്, എന്തായിരിക്കും എനിക്ക് അറിഞ്ഞൂടെ. അത്രയും ഞാൻ സ്നേഹം കൊടുക്കുന്നുണ്ട്, അത്രയും ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാറില്ലേ, കവികൾ വർണ്ണിക്കുന്നത് ചിലപ്പോൾ അമ്മയാവും, ചിലപ്പോൾ മകളാവും, ചിലപ്പോൾ ഭാര്യയാവും. അങ്ങനെയുള്ള അതേപോലെ ഉള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് എന്നെ കൂടുതൽ ഇഷ്ടം. കാരണം ഇത്രയും വർഷം എന്നൊക്കെ പറയുമ്പോഴേ, ഇതൊക്കെ 2000 നമ്മുടെ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് മൂകാംബിയിൽ. പ്ലസ് 14 years. അത്രയും ഇക്കാലത്തെ ഒരു 14 മിനിറ്റ് ഇക്കാലത്തെ കുട്ടികൾ നിൽക്കൂ. അടിയായി, കോംപ്ലക്സ് ആയി, ഇതായി വച്ചിട്ട് അപ്പം ഇറങ്ങിപ്പോവും. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വിളിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ചെറിയ കുശുമ്പോ അസൂയൊക്കെ, അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഡീൽ ചെയ്തു പോയത്? ഞാൻ ആദ്യമേ പറയും, എനിക്ക് കോംപ്ലക്സ് ഇല്ല. ഈ കൊച്ചു കുട്ടികൾ, ചില സ്ത്രീകൾക്ക് കുറച്ച് പ്രായമാകുമ്പോൾ കോംപ്ലക്സ് ആകും. കുട്ടികൾ, പെൺകുട്ടികളൊക്കെ ഒന്ന് അപ്രോച്ച് ചെയ്ത് സംസാരിക്കുക. എനിക്കില്ല, ഞാനാണ് എന്നുള്ള ഒരു വിശ്വാസം, അല്ലെങ്കിൽ നല്ല ഓവർ കോൺഫിഡൻസ് ആണോ എന്ന് എനിക്കറിയില്ല, നല്ല കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പം ഞാനപ്പുറം ശ്രീകുട്ടനെ എന്നെ മാത്രമേ സ്നേഹിക്കുള്ളൂ. എനിക്ക് ശ്രീകുട്ടൻ്റെ മനസ്സറിയാം, വേറെ ഇനി എന്തൊക്കെ ആയാലും. കാരണം അതാണ്. ഇല്ല, നമുക്ക് പുരുഷനായാൽ പോലും ഒരു ഗായകനോട് ഭയങ്കര ആരാധന വരും. അപ്പോൾ പെൺകുട്ടിയാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ജെൻഡർ വ്യത്യാസം അവർക്കുണ്ടാവില്ല, പക്ഷെ നമുക്കത് കാണുന്ന സമയത്ത് അങ്ങനെ തോന്നിയാൽ ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ആരും അങ്ങനെ ഇന്നേ വരെ ടച്ച് കൊടുക്കും എൻ്റെ മുമ്പിൽ അങ്ങനെ ആരും മോശമായിട്ടുള്ള ഒരു ബിഹേവിയറോ ആരാധനയോ ഉണ്ടാകാം. എനിക്കും ഉണ്ടാകാം. എനിക്കിപ്പോൾ രജനീകാന്തിനെ കാണുമ്പോഴും എനിക്ക് ആരാധന ഉണ്ടാവാം. അതുകൊണ്ട് അത് വേറെ തരത്തിലാണ് എന്നൊന്നും അങ്ങനെ പോകണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. അവര് എല്ലാ ആൾക്കാരും
ആരാധനയോട് ശ്രീകുണ്ഠ വരും, ശ്രീകുണ്ഠ ഓട്ടോഗ്രാഫ് എടുക്കും, ചിലപ്പോൾ ഫോൺ ചെയ്യാറുണ്ട്. സാറിന് 2 വാക്ക് പറഞ്ഞ് അവിടെ നിർത്തും. പക്ഷെ ഇതൊക്കെ വർത്താനം പറയുമ്പോഴും ഈ വർത്താനം പറയാൻ അറിയില്ല എന്ന് ഇല്ല കേട്ടോ, വർത്താനം നന്നായിട്ട് പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം കാര്യങ്ങൾ ആലോചിച്ച് തന്നെ വർത്താനം പറയുന്നുണ്ട്. അതിനകത്ത് ശരിയാണോ എന്നുള്ളത് പ്രോസസ്സ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബ്ലോഗിൽ ഇനിയും കുറച്ചുകൂടെ വർത്താനം പറയാമെന്ന് തോന്നുന്നു. ആക്സെപ്റ്റൻസ് ഉണ്ടാവും. ഈ ഒരു സാധനം ഒരുപക്ഷെ ഇങ്ങനെ നമ്മളിപ്പോൾ ഒരു കുറെ കാലം കൊണ്ട് നമുക്കിത് പഠിച്ചെടുക്കാം. അല്ല, ചെറുപ്പത്തിലൊക്കെ വളരെ സൈലന്റ് ആയിരുന്നോ? എങ്ങനെ? വളരെ ക്വയറ്റായിരുന്നു. ഞാൻ വളരെ ക്വയറ്റായിരുന്നു. ഈ ബ്ലോഗ് ചെയ്തതിന് ശേഷമാണ് അറ്റ്ലീസ്റ്റ് ഞാൻ സംസാരിക്കുന്നത് തന്നെ, കുറച്ച് കൂടുതൽ സംസാരിക്കുക. ഞാൻ വളരെ അധികം സംസാരിക്കാത്ത ഒരാളാണ്. എനിക്ക് ഫോണിൽ തന്നെ ഞാൻ 2 സെക്കൻഡ് 2 മിനിറ്റൊക്കെയാണ് ഒരാളോട് അതിൽ കൂടുതലൊന്നും ഞാൻ സംസാരിക്കാറേ ഇല്ല. ചില ആൾക്കാരാണെങ്കിൽ ഇരുന്ന് ഫോൺ വിളിച്ച് എത്രയോ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. നമ്മളൊക്കെ ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുന്നു. ആണോ? ശരി. എനിക്കത് പറ്റൂല. എന്നോട് സംസാരിക്കുന്ന അവിടെ വെച്ച് ഞാൻ നിർത്തുകയും ചെയ്യും. വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് ഫോൺ. വേണ്ട, എനിക്ക് കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ കൊച്ചിയിൽ. അപ്പോൾ അവരെയൊക്കെ വല്ലപ്പോഴൊക്കെ ഞങ്ങൾ മീറ്റ് ചെയ്യും. അതൊക്കെ തന്നെയാണ്. ഏതെങ്കിലുമൊക്കെ പാട്ടിങ്ങനെ മൂളി അനുകരിച്ച് നോക്കിയിട്ടുണ്ടോ? പുള്ളിയുടെ കാലത്ത് അതൊക്കെ വെളുപ്പിന്, അത് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ വെളുപ്പിന് വളരെ പ്രഭാതത്തിലാണ് എൻ്റെ ഇതൊക്കെ. അല്ല, അങ്ങനെയൊന്നും പാട്ടൊന്നും പാടി നോക്കാറില്ല. പക്ഷെ നാമജപിക്ക് ഞാൻ പറയുന്ന പോലെ അത് എൻ്റെ ശബ്ദത്തിൽ. നാമജപം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഏതെങ്കിലും ഭക്തിഗാനവും ട്രൈ ചെയ്തിട്ടില്ല? അല്ല, നമ്മൾ കുഞ്ഞു മുതലേ നാമം ജപിക്കുന്നല്ല. ഭക്തിഗാനമൊക്കെ അതൊക്കെ ഓരോ ആൾക്കാരുടെ ഇമാജിനേഷനിൽ വരുന്ന വാക്കുകളൊക്കെ അല്ലേ ഈ ഭക്തിഗാനങ്ങൾ. അത് ഞാൻ ഏറ്റുപാടാറൊന്നുമില്ല. ഇത് നാമം ജപിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഞാനും ഭഗവാനുമായിട്ടുള്ള ആ ശബ്ദത്താണ് എന്നും കേട്ടുണരുന്നത് എൻ്റെ ദൈവങ്ങൾ. അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഞാൻ ഹാപ്പിയാണ്. ആ സമയമാണ് ശരിക്കും നമ്മുടെ സമയം എന്നാണ് എൻ്റെ സമയം. അതെ, മാത്രം. അതല്ല, എനിക്ക് ഏർലി മോർണിംഗ് ഭയങ്കര ഇഷ്ടമാണ് ആ സമയം. രാത്രി എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല. പക്ഷെ ഇപ്പൊ കൊച്ചിയിൽ രാത്രികളാണ് ആഘോഷമാക്കുന്നത്. രാത്രികളാണ്. ശ്രീകുട്ടം ഉണ്ടെങ്കിൽ മാത്രം നൈറ്റിൽ എന്തെങ്കിലും പുറത്തു പോകുക അത്രയേ ഉള്ളൂ. അല്ലാതെ തനിച്ചൊന്നും ഒരു യാത്രയില്ല. തനിച്ച് പുറത്ത് അങ്ങനെ പോയിട്ടില്ല? ഇല്ല, തനിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇപ്പോൾ സാരി മേടിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിനോ ഒക്കെയാണ് സ്വന്തമായിട്ട് പോവുക. അല്ലാതെ ഒന്നും അങ്ങനെ പോകാറില്ല. ഈ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇഷ്ടം പോലെ. ഇതല്ലാതെ അത് ഒരുപക്ഷെ ചിലരൊക്കെ എം ജി ശ്രീകുമാറിന്റെ വൈഫാണെന്ന് അറിയാതെ തന്നെ വന്നിട്ട് വ്ളോഗ് ചെയ്യുന്നതിന്റെ പേരിൽ ആരെങ്കിലും വന്ന് അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞാൻ അവസാനം പറഞ്ഞ ലേഖ ശ്രീകുമാർ അല്ലെങ്കിൽ ലേഖ എം ജി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. അപ്പൊ അത് അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത്. സംസാരിക്കാറുണ്ട്. അവരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുകയൊക്കെ ഒരു നല്ല സ്നേഹമാണ്. അവരുടെ അടുത്ത് നമ്മള് കുറച്ച് വിശേഷമൊക്കെ ചോദിച്ചിട്ട് അങ്ങ് പോകും. അപ്പൊ ആലോചിക്കുവോ, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കെന്ന് പറയുന്നത് ഭയങ്കര ആരാധകരാണ്, അപ്പൊ സ്നേഹം കിട്ടുന്നത് എത്രത്തോളം വലുതായിരിക്കും. നമ്മള് മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളത് അതിപ്പോ സെലിബ്രിറ്റി ആയാലും അല്ലെങ്കിലും അതൊരു മാന്യതയുടെ ഒരു ഇതാണല്ലോ. നന്നായിട്ട് സംസാരിക്കുക. അവരെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ചിലപ്പോൾ മക്കളൊക്കെ ഏറ്റ് വരുന്നത് അതൊക്കെ കണ്ട് സന്തോഷിച്ച് 2 വാക്ക് സംസാരിച്ചിട്ട് പോകും. ഈ സെലിബ്രിറ്റി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഗോസിപ്പുകളാണ്. ഇപ്പോൾ ന്യൂസുകളൊക്കെ വരുമ്പോൾ ഈ അടുത്ത കാലത്ത് മകൾ പ്രസവിച്ചോ എന്നൊക്കെ പറഞ്ഞ ന്യൂസ് വരുമ്പോൾ അതെങ്ങനെയാണ് നോക്കിക്കണ്ടത്? എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്? എനിക്കത് ഇപ്പോഴും എനിക്കറിയില്ല അതെന്താണ് ഇങ്ങനെ ചുമ്മാ വെറുതെ ആൾക്കാർ ഇങ്ങനെ എഴുതുന്നത്. ഞങ്ങളൊരു നല്ലൊരു വീടിൻ്റെ മുമ്പിൽ നിന്ന്, വീടല്ല, ഒരു ലണ്ടനിലെ ബക്കിംഗ്ഹാം പാലസിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. പോയി ആൾക്കാർ ഫോട്ടോസ് എടുക്കുമല്ലോ. അത് ഏതൊരു മാഗസീനിൽ വന്നു, എം ജി ശ്രീകുമാർ പുതിയൊരു വീട് വാങ്ങിച്ചു, കൊട്ടാര സാദൃശ്യമുള്ള. എന്തുമാത്രം സ്റ്റുപ്പിഡിറ്റിയാണ് എനിക്കത് അന്ന് തോന്നി. ഇത്രയും ഒരു വെറുതെ എന്തെങ്കിലും എഴുതി ഉണ്ടാക്കുകയും എന്തെങ്കിലും കാര്യമുള്ള. അതേപോലെ എൻ്റെ മകള് പ്രസവിച്ചു. അത് നമ്മൾ ആരെയും അറിയിക്കാതെ ഞങ്ങൾ US പോയി. അതെന്താണ് അതിലൊരു മിസ്റ്റേക്ക്? പെൺകുട്ടികളാകുമ്പോൾ പ്രസവിക്കുമല്ലോ. അവള് 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞു. അവള് എന്നോ പ്രസവിച്ചതാണ്. ഇത് ഇന്ന് മാത്രമാണ് അത് എം ജി ശ്രീകുമാറും ഭാര്യ ആരും പറയിക്കാതെ അമേരിക്കയിൽ. ഇതൊക്കെ എന്ത് കുറേ കാലം പറഞ്ഞുകൊണ്ടിരുന്നു, കുട്ടിയെ കാണിക്കുന്നില്ല.
പുറത്തോട്ട് കാണിക്കുന്നില്ല കുട്ടിയെ. കുട്ടിയെ കാണിക്കാൻ കുട്ടി എന്തെങ്കിലും ഒരു വസ്തുവാണോ? അവൾ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. ഞാൻ പറഞ്ഞതുപോലെ പിന്നെ അവളെ ഇവിടെ പഠിച്ചു, ഗുഡ് ഷെപ്പേർഡിൽ പഠിച്ചു. അവളുടെ കല്യാണത്തിന് എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു, സിനിമയിലുള്ള ഒട്ടുമുക്കാൽ ആൾക്കാരും, പ്രിയദർശൻ, ലിസി, ആ സമയത്ത് ലാല്, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ കല്യാണം എന്ന് പറയുമ്പോൾ ഇതൊക്കെ എന്താണ്, ചുമ്മാ ഒരു എഴുതി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സോ സ്റ്റുപ്പിഡിറ്റി. ഈ പ്രിയദർശൻ, മോഹൻലാൽ, MG ശ്രീകുമാർ ഒരു കോംബോ ആണ്. ഈ സിനിമയിൽ നമ്മൾ ഈ 3 പേരുകളും ഒരുമിച്ച് അറിയപ്പെട്ട് ഒരുമിച്ച് നിന്ന തിരുവനന്തപുരം ഒരു കമ്പനിയാണ്. ആ സൗഹൃദത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട്, അതെങ്ങനെയാണ് മനസ്സിലാക്കിയെടുത്തിട്ടുള്ളത്? ഞങ്ങൾ സ്നേഹിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വളരെ തിക്ക് ഫ്രണ്ട്സാണ്, അത് നീ മനസ്സിലാക്കണം, അതിൻ്റെ ഇടയിൽ നീ ഒരു പ്രശ്നവും എന്തെങ്കിലും പറഞ്ഞു വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ അത്രയും നല്ല ഫ്രണ്ട്സാണ്. പ്രിയനും ശ്രീകുട്ടനും ലാലും ഒക്കെ നല്ല ഫ്രണ്ട്സാണ്. ശരിക്കും നമ്മൾ അത് മാറി നിന്ന് കാണണം. അത് നല്ലൊരു സൗഹൃദത്തിന് അത് കൂട്ടായ്മയാണത്. പ്രിയനൊക്കെ കൂടെ ഞങ്ങളുടെ അവിടെ വരാറുണ്ട്. കുറേ മണിക്കൂർ നല്ല ഫുഡൊക്കെ കഴിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇനി ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നീ നീ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രിയനൊക്കെ വളരെ ലൈക്ക് എൻ്റെ ഒരു ബ്രദർ പോലെയാണ്. ഇപ്പോഴും ഒരു സാമീപ്യമായിട്ടും സാന്നിധ്യമായിട്ടും നിൽക്കുന്നുണ്ട് MG ശ്രീകുമാർ. ഇനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കൂടെ, ഇല്ലെങ്കിൽ എന്താണ് അടുത്തൊരു മോഹം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പുള്ളിയുടെ മനസ്സിനകത്ത് ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ ഒരു മോഹമായിട്ട് ഉണ്ടാവുമായിരിക്കും, ഒരു വലിയൊരു, അത് എനിക്കറിയാത്ത കാര്യമാണ്. എന്താണ് അങ്ങനെ മോഹമായിട്ട് പുള്ളി പറയുന്നത്? മോഹങ്ങൾ കാണാതിരിക്കും ഒരു മനുഷ്യന്. കുറേ മോഹമൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊരു മോഹമൊന്നും പറഞ്ഞിട്ടില്ല. കുറേ നല്ല പടങ്ങൾ ചെയ്യണം, പാട്ട് പാടണം, സന്തോഷത്തോടുകൂടെ ജീവിക്കണം, ഹാപ്പി ആയിരിക്കണം എപ്പോഴും. പിന്നെ ഞാൻ വലിയ മോഹങ്ങളിലോട്ടൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല ഇതുവരെയ്ക്കും. ഈ ഫിലിം മ്യൂസിക് ആണോ വീട്ടിൽ പാടുന്ന സമയത്ത്? ഏതെങ്കിലും സിനിമാ പാട്ടുകളാണോ പാടുന്നത്, അതേ കീർത്തനങ്ങളാണോ? ഒരുപാട് കീർത്തനങ്ങൾ കേൾക്കും, ഒത്തിരി കീർത്തനം, പല പാടി വെച്ചിരിക്കുന്ന കുറേ കീർത്തനങ്ങൾ കേൾക്കും. അതിൽ നിന്നൊക്കെ എഴുതിയെടുക്കാറുണ്ട്, നൊട്ടേഷനൊക്കെ എഴുതിയെടുക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ അതിലോട്ട് എനിക്ക് കടന്ന് ഒന്നും പറയാൻ അറിയില്ല. അദ്ദേഹം ഒരുപാട് ഇതെല്ലാം ഹെഡ്ഫോൺ വെച്ചിട്ടാണ് കേൾക്കുന്നതും എല്ലാം ചെയ്യുന്നത്, എഴുതുന്നത്. സ്റ്റുഡിയോ ഉണ്ട്, പുറത്തല്ല, സ്റ്റുഡിയോക്കുള്ളിലായിരിക്കും. അപ്പം സ്വന്തം മാത്രമായിരിക്കുമല്ലോ. മറ്റാണെങ്കിൽ ഈ TV-യുടെ ശബ്ദവും അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒന്നും കേൾക്കണ്ടല്ലോ. ആ ഒരു സമയങ്ങളിൽ സ്വന്തമായിട്ട് ഇരുന്നെല്ലാം കേൾക്കും. ഓരോ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു ഹാപ്പിനെസ് വന്ന് ഷെയർ ചെയ്യാൻ അയ്യോ ഭയങ്കരമാണ്. അയ്യോ ശ്രീകുട്ടൻ ഒട്ടനെ അതെന്നെ വന്ന് കേൾപ്പിച്ച്, അത് എന്തെങ്കിലും പോരായ്മയുണ്ടോ, എനിക്ക് എൻ്റെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ, അത് ഞാൻ പറയുമ്പോൾ അത് ശരിയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യും. ഇപ്പോൾ വിദ്യാസാഗർ സാറിനെ പോലെയുള്ള ആൾക്കാർ വരെ നന്നായിട്ട് ചൂസ് ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ അങ്ങനെയുള്ള അടുത്തൊക്കെ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലായിരിക്കുമല്ലോ. ശ്രീകുട്ടന് അതെ, തലേദിവസമൊക്കെ ഒരു പുതിയ പാട്ട് പാടുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരിക്കും. അതിന് കാലത്ത് പോവും, ഞാൻ കൂടെ പോവാറില്ല. അത് ഫൈനൽ എല്ലാം എല്ലാം കഴിയുമ്പോഴേ ഞാൻ കേൾക്കാറുണ്ട്. അല്ലാതെ ശ്രീകുട്ടൻ പാടുന്ന സമയത്ത് അങ്ങനെ ഞാൻ പോവാറില്ല. 1-2 പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ അവർക്കും ഒരു ബുദ്ധിമുട്ടല്ലേ, 2 പേർക്കും, മ്യൂസിക് ഡയറക്ടറിനും പാടുന്ന ആൾക്കും നമ്മളവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ അത് അറിഞ്ഞ് പ്രവർത്തിക്കണം എന്നാണ്. നെർവസ് ശ്രീകുട്ടൻ ഒരിക്കലും ഒരു കാരണവശാലും നെർവസ് എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. അതൊന്നുമില്ല അദ്ദേഹത്തിന്. അത് കേട്ട് നോക്കുക ആദ്യം, 100% അത് പാടി വരും. അതൊക്കെ എത്ര വേഗം പാടുന്നു എന്നാണ് എനിക്ക്. ചിലപ്പോൾ ഞാനൊരു ഞാൻ പറഞ്ഞ ഷോപ്പിങ്ങിന് പോകും. അപ്പോൾ എൻ്റെ വിശ്വാസം മുഴുവൻ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ എടുക്കും, 2-2.5 മണിക്കൂർ എനിക്ക് സാരിയൊക്കെ നോക്കി പതുക്കെ വരാമെന്ന്. ചിലപ്പോൾ ഒരു 45 മിനിറ്റ്സിലൊക്കെ പറഞ്ഞ് ഞാൻ കഴിഞ്ഞു കേട്ടോ, വേഗം വന്നോളൂ എന്ന് പറയും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. ഈ പാട്ടിനപ്പുറത്തേക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങളിൽ മുമ്പോട്ട് പോകുമ്പോൾ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എങ്കിലും എന്തെങ്കിലും കുഞ്ഞു ഗിഫ്റ്റോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർത്തമാനം പറയുമ്പോഴോ എപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഒരു റിലേഷൻഷിപ്പിലെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്? അടുത്ത് വന്ന് സ്നേഹത്തിൻ്റെ കാര്യത്തിൽ സ്നേഹം സംസാരിക്കുമ്പോഴാണോ, അതേ വഴക്ക് കൂടിയിട്ട് സ്നേഹം കാണിക്കുമ്പോഴാണ്? അങ്ങനെ ഒരു ടച്ച് വുഡ് കേട്ടോ, അങ്ങനെ വലിയൊരു വഴക്ക് ചില ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഭാര്യയും ഭർത്താവും അടിച്ചു 3 ദിവസം മിണ്ടാതിരുന്ന് പിന്നെ സംസാരിക്കുമ്പോൾ ഒരു ഹാപ്പി, അങ്ങനെയൊന്നും നമ്മുടെ ലൈഫിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല.
നേരത്തേക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ പരസ്പരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇപ്പോഴൊക്കെ ഒന്നുമില്ല. പിന്നെ ബർത്ത്ഡേ ഒന്നും മറക്കാറില്ല, ആനിവേഴ്സറി മറക്കാറില്ല. അതെല്ലാം ഞാൻ ഒരു മാസം മുമ്പ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് എന്ന് പറയൊക്കെ പറയാറുണ്ട്. പുള്ളിയുടെ ഗ്ലാമറാണോ ആദ്യം ആകർഷിച്ചത്, അതേ വർത്താനമാണോ ആകർഷിച്ചത്? ഗ്ലാമറോ? ശ്രീകുട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റമാണ്. പക്ഷെ ആദ്യം എല്ലാവരും നല്ല ഒരു മുഖമാണ് കാണിക്കുക, സാധാരണ പ്രണയമുള്ളപ്പോഴ്. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല. ഞാൻ 14 വർഷവും ഞാൻ നോക്കി കണ്ടതിൽ നല്ല പാട്ട് സെക്കൻഡറിയാണ് എനിക്ക്. ആ വ്യക്തിയാണ് എൻ്റെ കൂടെ ജീവിത അവസാനം വരെ എനിക്ക് വിശ്വസിക്കാം. ഒരു പെണ്ണിന് അങ്ങനെയാണല്ലോ, ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞ് നമുക്ക് വിശ്വസിക്കാം എൻ്റെ കൂടെ കാണും എന്നുള്ള ആ ഒരു വിശ്വാസമാണ്. പക്ഷെ അത് കറക്റ്റായി. ഞാൻ വർത്തമാനം പറയുമ്പോൾ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ കടന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. പിന്നെ ഒന്നും കടന്നു ചോദിച്ചെങ്കിൽ ഞാൻ ഇവിടെ നിർത്തുന്നു എന്ന് പറയുമായിരുന്നു. കടന്നൊന്നുമില്ല. അധികം സംസാരിക്കാത്തതുകൊണ്ട് കൂടിയാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും സന്തോഷം. കണ്ടിട്ടുണ്ട്, ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു എനിക്കൊരു ചാറ്റ് തന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇൻ്റർവ്യൂ തന്നതിൽ ഞാനും ഹാപ്പിയാണ്. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അതൊക്കെ ശരിയായോ എന്ന് പോലും എനിക്കറിയില്ല. വേണ്ട നമുക്ക് എഡിറ്റ് ചെയ്യണം. അതാണ്, അവിടെയാണ് ഞാൻ യൂട്യൂബിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവരെല്ലാം എനിക്ക് നല്ലൊരു എഡിറ്ററുണ്ട്, രാജേഷ് എന്ന് പറഞ്ഞാൽ. അദ്ദേഹം നല്ലപോലെ എഡിറ്റ് ചെയ്ത് കാണിക്കും. അതെ, അപ്പോൾ ഞങ്ങളും ഇതൊക്കെ വളരെ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു.